നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു 2 ഹോൾ ബേസ് ഉള്ള ഒരു വളയാണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയെന്ന് ഇപ്പോൾ നോക്കാം. മോണോലിസ 2 ഹോൾ വളയുടെ ബേസ്, 2 ലെയർ ബേസ് ആണ് അത് വേണ്ടുന്നത്. അതെങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ നോക്കാം. ഇതുപോലൊരു 2 ബേസ് ലെന്തുള്ള ഒരു വളയുടെ ബേസ് ഉണ്ട്. അതിൽ ആദ്യം നമ്മൾ സൂചി നൂലും കൊരുക്കുക. ഇത് നമ്മൾ സാധാരണ ഒരു നൂലല്ലേ, ഇത് ഓർണമെന്റ്സിന്റെ മാത്രമുള്ള നൂലുകളാണ്. ഈ 2 സൂചി നമ്മൾ വളയുടെ അടിയിലൂടെ 2 ഹോളുണ്ട് ഇതിന്. അപ്പോൾ ഒരു ഹോളിൽ ആദ്യം കയറ്റുക. അതിനുശേഷം അടുത്ത ഹോളിൽ ഇങ്ങനെ ഒരുമിച്ചാണ് 2 സൂചിയും കൊണ്ടുവരേണ്ടത്. അതിനുശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 നൂലൂടെ ആയതുകൊണ്ട് ഒന്നിച്ച് കെട്ടുക. ഇതുപോലെ ഒരുമിച്ച് കെട്ടി ഇതിന്റെ അടിഭാഗമാണ് നമ്മൾ 2 കൂടെ കെട്ടിട്ടേക്കുന്നത്. അതിനുശേഷം ഈ ബാക്കി വരുന്ന നൂലിനെ നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയുക. ആദ്യം ഇതുപോലൊരു മുത്തിടുക. ഏത് കളറാണ് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് ബീഡ്സ്. ഇത് നമുക്ക് ഓരോന്നോരോന്ന് ഇടാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ 2 സൂചിയുടെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ 2ലും കയറ്റുക. അതിനുശേഷം 2 ഹോൾ, ചെറിയൊരു ഐറ്റംസ് ആണ് ഇതെല്ലാം. ഈ 2 ഹോൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2 സൈഡിലായിട്ട് ഹോളുണ്ട്. ഈ സ്റ്റോണിന്റെ നടുക്ക് 2 സൈഡിലായിട്ട് ഹോളുണ്ട്. അതുകൊണ്ടാണ് അതിന് 2 ഹോൾ എന്നുള്ള പേര് വന്നത്. എന്നിട്ട് ഈ 2 സൈഡിൽ നമ്മൾ ഇതുപോലെ പിന്നെയും 2 ബീഡ്സ് ഇടുക. ഇത് സ്റ്റാർട്ടിങ് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ പിന്നെ അങ്ങോട്ട് ചെയ്യുന്നത്. ഇതുപോലെ വീണ്ടും 2 ഹോൾ ഇടുക. ഈ 2 ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ചിലപ്പം ഒരു 1 സൈഡിൽ ഹോള് കാണത്തില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ നോക്കണം ഇതിന് 2ൽ ഹോളുണ്ടോ എന്നൊക്കെ നേരത്തെ നോക്കി വെക്കണം. ഒരു 30-38 2 ഹോൾ വേണ്ടി വരും നമുക്കിതിന്. ഇതേ രീതിയിൽ നമ്മൾ ഫുൾ വർക്ക് ചെയ്യുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വളയുടെ മുത്തുകളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് വളയുടെ ഫ്രെയിമിലേക്ക് എങ്ങനെ വെക്കാം എന്നുള്ളതാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്റ്റിക്ക് ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു പശയുണ്ട്. ഈ പശയിലും ഉണ്ട് നല്ല പശ, ഡ്യൂപ്ലിക്കേറ്റ് പശയുണ്ട്. ഇത് ഒട്ടുന്ന പശയായിരിക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാത്തിലും ഒന്ന് പുരട്ടി കൊടുക്കുക ഈ വളയുടെ ഫ്രെയിമിലേക്ക്. അതൊരു 2 സെക്കൻഡ് വരെ ഒന്ന് അനക്കാതെ വെക്കുക. എങ്കിലേ ഇതൊന്ന് ഇരിക്കുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് തയ്ക്കാൻ പറ്റില്ല. ഇങ്ങനെ ലൂസായി താഴെ പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം നമ്മൾ വളയുടെ ഫ്രെയിമിൽ ഇങ്ങനെ വെക്കുക. ഇതിന്റെ ലാസ്റ്റ് 2 ഹോൾ ഇതുപോലെ ഉണ്ടാവും. ഇത് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഇപ്പൊ പശ തേച്ചത് കൊണ്ട് മാത്രമാണ് ഈ 2 ഹോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഒരിക്കലും ഇരിക്കത്തില്ല. 2 ഹോളിലും ഇറങ്ങിയിട്ടുണ്ട്. ഇനിയും വേണ്ടുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ കാണിച്ച ഒരു സാധാ വള എങ്ങനെ തയ്ക്കാന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ സെയിം തയ്യലാണ് ഇതിന് വരുന്നത്. പക്ഷെ ഇത് 2 സൂചിയുടെ വർക്കാണെന്നേ ഉള്ളൂ. 2 സൂചിയും തയ്ച്ചിറങ്ങണം, അത്രേ ഉള്ളൂ. ഇതിപ്പം ഞാൻ ഒരു വശത്തെ നൂല് വിട്ടിരിക്കുകയാണ്. ഇനി ഒരു വശത്തെ നൂലാണ് ആദ്യം നമ്മൾ തയ്ച്ച് ഫിനിഷ് ചെയ്ത് വരേണ്ടത്. അതേ ഹോളിൽ തന്നെ തിരിച്ചിറങ്ങാണ് തയ്യൽ. നമ്മൾ ആദ്യം ഒരു സൈഡ് ഒരു 2-3 സ്ഥലത്ത് തയ്ച്ചങ്ങ് റെഡിയാക്കി ഇടുക. എങ്കിലും ഇത് മറ്റേ സൈഡ് നമുക്ക് ക്ലിയർ ആയി വരുള്ളൂ. 2 നൂലിന്റെ വർക്കല്ലേ വരുന്നത്. എന്നിട്ട് ഇതിപ്പോ ഞാൻ 2 ഹോൾ വരെ തയ്ച്ച് വെച്ചിട്ട് ഇനി ഈ മറു സൈഡ് ഞാൻ തയ്ക്കാൻ പോണേ. എങ്കിൽ ഇത് കറക്റ്റ് ആവുള്ളൂ നമ്മുടെ തയ്യല്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വൈറ്റ് 2 ഹോൾ തന്നെ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്, ഈ ഗ്ലേസിംഗ് ഉള്ളത്.
കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലേസിങ്ങിന്റെ ഒറ്റ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഈ ടൂ ഹോളിന് ഇത്രയും നല്ലൊരു ഭംഗി തോന്നാൻ കാരണം തന്നെ. ബീഡ്സുകൾ മാത്രം മാറ്റി കൊടുത്താൽ മതി ഡ്രസ്സിനനുസരിച്ച്. വൈറ്റ് സ്റ്റോൺ ഒരിക്കലും മാറ്റേണ്ട കാര്യം വരുന്നില്ല. A1 എന്ന് പറയുന്ന ഒരു ടൂ ഹോൾ ഉണ്ട് വിപണിയിൽ. പക്ഷെ എപ്പോഴും നമ്മൾ അത് വെച്ച് തയ്ച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോണിന്റെ ഒരു ഭംഗി നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് മൈക്രോയുടെ സ്റ്റോൺ ടൂ ഹോൾ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കാൻ നോക്കണം. ഇപ്പോൾ ഈ വള നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ വള എങ്ങനെ ചെയ്യുന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ. ഇതുപോലെ തന്നെ നിങ്ങൾ ഇന്ന് തന്നെ ശ്രമിച്ചു നോക്കുക.